15ാമത്തെ വയസ്സിൽ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഇതിന് ഈ പണം കണ്ടെത്തുക? അത് വലിയൊരു പ്രതിസന്ധിയല്ല, കാരണം ഇത് ചെറിയ തുകയല്ല, വലിയ തുകകൾ തന്നെയാണ്. അപ്പോൾ ആ പണം എങ്ങനെയായിരുന്നു ഇതിലേക്ക് പോകും? ഞങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 12 പേരും 12 ബൈക്കുകൾ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് മോഷണമായിട്ടാണ് ഞങ്ങൾ പിടിക്കപ്പെടുന്നത്. ഏകദേശം 4 മാസം 6 ദിവസം 7 ദിവസം അങ്ങനെ എന്തോ കടന്നിട്ടുണ്ട്. അതിപ്പോഴും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത. കാരണം ഈ ബൈക്ക് മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അത് വിറ്റ് പണം കൊണ്ട് വാങ്ങി അല്ല, അത് ബൈക്ക് എടുത്തിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് 50 ഗ്രാം കഞ്ചാവാണ്. ആ കഞ്ചാവിന് അതെ 50 ഗ്രാം കഞ്ചാവിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 12 പേരും അത്തരത്തിൽ പോലും ചിന്തിക്കാൻ ആ രീതിയിലേക്ക് പോലും നമ്മൾ ഞങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ ഒരുപാട് റെക്കോർഡ് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കാരണം അത്രയും ആളുകൾ വിളിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരവസ്ഥ അത്രയും മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് ഞാൻ മുമ്പ് തന്നെ വീഡിയോ ആണെങ്കിലും എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനെ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. രക്ഷപ്പെടുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും അവർക്കുള്ളൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ. കാരണം ഇപ്പം അടുത്ത അവരെ വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ. ഒരു മാസത്തിന് അങ്ങോട്ട് അവർ പേടിച്ചിട്ട് ഭർത്താവ് വീട്ടിലേക്ക് MDMA കൊണ്ടുവരുന്നുണ്ട് എന്നൊരു പേടി. കാരണം അവരെനിക്ക് ഫോട്ടോ എടുത്തിട്ട് വരെ അയച്ചെന്ന് രാത്രിക്ക് 12 മണിക്ക്. കാരണം കൂടെ നിൽക്കാൻ എനിക്ക് പേടിയാകുകയാണ് എന്നിട്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു കോഴിക്കോട് ജില്ലയിൽ ഒരു പള്ളിയിലുള്ള ഉസ്താദിൻ്റെ മകൻ. അദ്ദേഹം ഈ മകന് ഫസ്റ്റ് എന്താ പൈസ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തു. പിന്നെ കൊടുക്കാതായപ്പോൾ ഉസ്താദിന് നേരെ അക്രമം വിഷയമുണ്ടായി. പിന്നെ അദ്ദേഹം തന്നെ ആളെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആൾക്ക് എനിക്ക് മരിക്കണമെന്നില്ല. ഈ സ്വാലിഹിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇത് കുറച്ച് ആളുകളല്ല, വലിയൊരു വിഭാഗത്തിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. ഇതിന് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും എനിക്ക് നേരെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇനിയിപ്പോൾ എനിക്ക് നേരെ ആരും സംസാരിക്കില്ലെങ്കിൽ ഞാൻ ഇനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ വായ അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഈ പ്രാണം പോണ വരയ്ക്ക് ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അനുസരിക്കേണ്ടതെന്നൊക്കെ ജനങ്ങളാണ്. കാരണം പോലീസുകാർ ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്, എക്സൈസ് ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാരും എല്ലാവരും നിൽക്കുന്നുണ്ട്. ഇതുപോലുള്ള ആളുകളെ മാക്സിമം കൂട്ടി നമ്മൾ അടുത്തേക്ക് ചേർത്തിരിക്കുക. അപ്പം മലപ്പുറം ജില്ലയിൽ ഒരു സംഭവം ഉണ്ടായത് കണ്ടില്ലേ? ഒരു ഉമ്മേനെ ആക്രമിച്ചതിൻ്റെ പേരിൽ അവിടെയുള്ള നാട്ടിലെ എല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തിന് DID സെൻ്ററൊക്കെ ഉണ്ടാക്കി. അതൊരു സ്നേഹമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആള് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് തിരിച്ചു വരാനുള്ളൊരു നിർത്തലുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ കഴിയും. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 12 പേര്. ഞങ്ങൾ 12 പേരാണ് ഏറ്റവും വലിയ ഉദാഹരണം.